ഹലോ, അപ്പോൾ എനിക്ക് ടെർബോസിൻ്റെ പ്രീ സെയിൽ കളക്ഷൻ ഗുരുവായൂർ അമ്പലനട എന്ന സിനിമേൻ്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ, കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പോലെ തന്നെ മലയാളിക്ക് എന്ത് സംഭവിച്ചു. ആദ്യം അപ്ഡേറ്റിലൂടെ തന്നെ പോകുക. ആദ്യത്തെ കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ ഗുരുവായൂർ അമ്പലനട എന്ന സിനിമയിൽ തുടങ്ങാം. സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3.65 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. രണ്ടാം ദിവസം സിനിമ 3.75 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. മൂന്നാം ദിവസം സിനിമ 4.50 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസ്. അങ്ങനെ ടോട്ടലായിട്ട് 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് സിനിമ 11.90 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം സിനിമ 8.5 കോടിയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. രണ്ടാം ദിവസം 10.62 കോടി. മൂന്നാം ദിവസം വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 12.63 കോടി. അങ്ങനെ ഇതുവരെയായിട്ട് സിനിമ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 31.3 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 40 കോടിയിലോട്ടാണ് സിനിമ കളക്ഷൻ വൈസ് ആയിട്ട് നോക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വീക്കെൻഡ് ആകുമ്പോൾ അത് എന്തായാലും മറികടക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ഇനി സിനിമേൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളീൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ സിനിമ ഒരു ഫ്ലോപ്പിലോട്ടാണ് പോകുന്നത്. ഓൾമോസ്റ്റ് 20 കോടി എങ്ങാണ്ടാണ് സിനിമ ഇതുവരെയായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. തിയേറ്റർ റിക്കവറി ആണെങ്കിലും 25% എങ്ങാണ്ടേ ഉള്ളൂ. സിനിമ ഒരു ഫ്ലോപ്പിലോട്ടാണ് പോകുന്നത്. ബഡ്ജറ്റൊക്കെ നോക്കുകയാണെങ്കിൽ 30 കോടിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അടുത്ത കളക്ഷൻ നമ്മുടെ ടെർബോസ് സിനിമേൻ്റെ പ്രീ സെയിൽ കളക്ഷനാണ്. സിനിമയുടെ പ്രീ സെയിൽ നോക്കുകയാണെങ്കിൽ ഇനി വെറും 4 ദിവസം കൂടിയുള്ള സിനിമ തിയേറ്റർ റിലീസിനായിട്ട്. ഇതുവരെയായിട്ട് സിനിമ കേരളത്തിൽ നിന്ന് പ്രീ സെയിലായിട്ട് 1.45 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് UK UAE ഭാഗത്ത് നിന്ന് 55 ലക്ഷം സിനിമയ്ക്ക് പ്രീ സെയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ ഇതുവരെയായിട്ട് വേൾഡ് വൈഡായിട്ട് പ്രീ സെയിൽ കളക്ഷനിൽ 2 കോടി മറികടന്നിട്ടുണ്ട്. 2 കോടിയുടെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല കേരളത്തിൽ ഇതുവരെയായിട്ടും നല്ലൊരു ഓപ്പണിംഗ് പ്രീ സെയിൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന മലൈക്കോട്ട വാലിബനാണ് 3.80 കോടിയായിട്ട് നിൽക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ആടുജീവിതം നിൽക്കുന്നുണ്ട് 3.50 കോടിയായിട്ട് ആടുജീവിതം. അതുപോലെ തന്നെ ആവേശം നിൽക്കുന്നുണ്ട് 1.90 കോടിയായിട്ട് ഈ വർഷത്തെ പ്രീ സെയിൽ കളക്ഷൻ 2024. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ടെർബോ വരുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് 4ാം സ്ഥാനം ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതും 1.45 കോടിയായിട്ട് പ്രീ സെയിൽ കളക്ഷനായിട്ട്. എന്തായാലും സിനിമ ഇനി വെറും 4 ദിവസം കൂടിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ സിനിമ എന്തായാലും നമ്പർ 1 ടോപ്പിൽ വരുമെന്ന് കാത്തിരിക്കുകയും ചെയ്യാം. നമുക്ക് കേരള ബോക്സ് ഓഫീസിലെ പ്രീ സെയിൽ കളക്ഷൻ ഈ വർഷത്തെ മലൈക്കോട്ട വാലിബിനെ തകർക്കാൻ സാധിക്കുമോ നമ്മുടെ ലാലേട്ടൻ സിനിമേൻ്റെ പ്രീ സെയിൽ കളക്ഷൻ. എന്തായാലും കാത്തിരിക്കുക ചെയ്യുക. സിനിമയ്ക്കായിട്ട് ബുക്ക് ചെയ്ത് കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുന്നത് കൂടുതൽ കളക്ഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ.